റജബ് മാസത്തിൽ മിഅ്റാജ് നോമ്പ് പോലെ ശഅബാൻ മാസത്തിൽ ഒരു കൂട്ടം ആളുകൾ നിർമ്മിച്ച ഒരു പുതിയ ബിദ്അത്താണ് ബറാഅത്ത് നോമ്പ് എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു നോമ്പ്. ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ ചോദിക്കും, നോമ്പല്ലേ, നല്ലതല്ലേ, അത് എടുക്കുന്നവരെടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും നല്ലതെന്ന് തോന്നുന്നത് അള്ളാഹുവിന്റെ ദീനിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില സഹാബത്ത് പറഞ്ഞതുപോലെ ഞാള് ഫുള്ളും നോമ്പ് വിൽക്കും, അള്ളാഹ്ക്ക് ഇഷ്ടല്ലേ? അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, അത് അള്ളാഹുവിന് ഇഷ്ടല്ല. ഞാൻ എന്ന് നോമ്പ് നോറ്റോ അതുപോലെ നിങ്ങൾ നോറ്റാ മതി. എന്നെക്കാളും വലിയൊരു പടച്ചോനെ സ്നേഹിക്കുന്ന ആളുകളായി മാറരുത് എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, നമുക്കിഷ്ടമുണ്ട്, നല്ലതല്ലേ എന്നതിന്റെ പേരിൽ മതത്തിൽ ഒരു പുതിയ ആചാരം വരാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊക്കെ ചിന്തിക്കും, രാത്രി പ്രഭാഷണവും കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്, ഒരുപക്ഷെ രാത്രി പലപ്പോഴും ക്ഷീണം ബാധിക്കുന്നത് രാത്രി ഇശാ നമസ്കാരത്തിന്റെ സമയത്താ. അതുകൊണ്ട് ഇശാ 2ഉം സുബിഹി എന്തായാലും ഉറങ്ങിയെണീറ്റിട്ട് ഒരു ഫ്രഷായ 5 മണി സമയമായതുകൊണ്ട് അതൊരു 4 ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയാൽ അതിന് ഇസ്ലാമ തെളിവില്ല. ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രവാചകന്റെയും വിശുദ്ധ ഖുർആനിന്റെയും റബ്ബിന്റെയും കൽപ്പനയുണ്ടാവണം. അല്ലെങ്കിൽ ഉലമാക്കള് ഇജ്തിമാ നടത്തി അവര് തീരുമാനമെടുത്ത് അറിയിച്ച ഒരു തീരുമാനമുണ്ടാകണം. ശഅബാൻ 15ന്റെ പ്രത്യേകത എന്താ? ഇസ്ലാമിക ലോകത്ത് ബറാഅത്ത് ഖുർആൻ അവതരിക്കപ്പെട്ട ദിവസം എന്ന ലേബലിൽ ഇന്ന് വരുന്ന ബറാഅത്ത് നോമ്പിന് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രമാണങ്ങളില്ല. ഒരു വ്യക്തി എല്ലാ മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബീലിന്റെ നോമ്പെടുക്കുന്നവന് ആ 3 ദിവസം തുടർച്ചയായിട്ട് എടുക്കുന്നവന് എടുക്കാം എന്നല്ലാതെ 15 എനിക്ക് ബറാഅത്തിന്റെ നോമ്പ എന്ന് പറഞ്ഞിട്ടൊരു നോമ്പെടുക്കാൻ ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവില്ല. ആ ബറാഅത്തിന്റെ പേരും പറഞ്ഞ് രാത്രി നടത്തുന്ന 100 റക്അത്ത് നിസ്കാരം സലാത്തുൽ അൽഫിയ, ഒരു ഫാത്തിഹയും 10 സൂറത്തും, പിന്നെ സുജൂദ് പോയി തിരിച്ചു വന്ന് ഒരു ഫാത്തിഹയും 10 സൂറത്തും 20 സലാത്തുൽ അൽഫിയ ഇന്നും നിർവഹിക്കപ്പെടുന്ന പള്ളികളുണ്ട്. രാത്രി 3 യാസീൻ ഓതണം, എന്നാ മരിച്ചുപോയ ആത്മാക്കൾ വന്ന് വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അന്ന് രാത്രി ഒരു പ്രത്യേക രീതിയിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നവർ. ഇതൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അത് കാരണം എന്ത് എന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് ഉപകാരമുള്ള അറിവുകൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ചെയ്ത അമലുകൾ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, റബ്ബേ ഞാൻ നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്നു, ശരണം തേടുന്നു, കാവല് ചോദിക്കുന്നു. റബ്ബേ മിൻ ഖൗലി ലാ യുസ്മഅ, നീ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ നിന്റെ നാവുമെന്നുണ്ടാവരുത്. മിൻ ഖൗലി, ഒരു അക്ഷരന്റെ നാവുമെന്നുണ്ടാവരുത്. ആർക്കിഷ്ടപ്പെടാത്ത? ജനങ്ങൾക്കല്ല. നീ ഇഷ്ടപ്പെടാത്തത്, അതിൽ പരദൂഷണം വരും, എന്തും പെടും. അത് ഇഷ്ടപ്പെടാത്തൊരു വാക്കിന്റെ നാവും വന്നുണ്ടാവരുത് റബ്ബേ. വഅമലില്ലാ യുർഫഅ, നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവല് ചോദിക്കുക. ഞാൻ കുറെ എന്തൊക്കെയോ ചെയ്യലുണ്ട്, എന്റെ അടുത്തേക്ക് അത് ഉയർത്തപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ അമല് കൊണ്ട് എന്ത് ഗുണാ റബ്ബേ എനിക്കുള്ളത്? അതുകൊണ്ട് നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളല്ല എനിക്ക് വേണ്ട, നിന്നിലേക്ക് ഉയർത്തപ്പെടുന്ന അമലുകളായിട്ട് നീ എനിക്കത് തരണം. അതോടൊപ്പം വഖൽബിൻ ലാ യഖ്ശഅ, ഭയപ്പെടുന്ന, നിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഭയം തോന്നുന്ന, നിന്നെ ഭയം കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കൽബ് എനിക്ക് ഉണ്ടാക്കി തരണം. ഇന്ന് ആളുകൾക്ക് നരകം പറയുമ്പോഴേ പേടിയുള്ളൂ. ആ പേടിയല്ല ഇസ്ലാം മുൻപോട്ട് വെച്ച് സ്വർഗം കണ്ട് ആനന്ദിക്കാൻ, സ്വപ്നം കാണാൻ. അതുകൊണ്ട് റബ്ബേ എനിക്ക് ആ ഭയമുണ്ടാകുന്ന ഒരു മനസ്സുണ്ടാവണം. എനിക്ക് നഷ്ടപ്പെട്ടുവോ എന്നുള്ള ഭയം, അല്ലാതെ ഞാനിപ്പോ തീയിൽ വിൽക്കുവോ എന്നുള്ള ഭയമല്ല, എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടുവോ എന്നുള്ള ഭയം. അങ്ങനെ ഒരു ഭയമുള്ള മനസ്സെനിക്ക് ഉണ്ടാക്കി തരണം റബ്ബേ. വഇൽമില്ലാ യുൻഫഅ, ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് നീ എന്നെ കാക്കുകയും ചെയ്യണം. ഉപകാരമില്ലാത്ത ഒരുപാട് അറിവിന്റെ മനസ്സിലുണ്ട്, അതിന് കാത്തുരക്ഷിക്കുകയും ചെയ്യണം. ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലി ലാ യുസ്മഅ വഅമലിൻ ലാ യുർഫഅ
ഇത് നിരന്തരം പതിവാക്കിയിരുന്നു സ്വഹാബത്ത് അവരമലുകൾ അള്ളാന്റെ അരികിലേക്ക് എത്താൻ. വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിൽ നമ്മളെ അമലുകൾ അല്ല അതിന്റെ മുൻപേ ചെയ്തത് അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ഈ ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.